بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. വൻപാവങ്ങളെക്കുറിച്ച് മഹാനായ സൂഫിയൻ അബൂ താലിബുൽ മക്കി റഹിമഹുല്ല തൻ്റെ കൂത്തുൽ കുലൂബിൽ പറഞ്ഞതിനെയാണ് ഇമാം ഖസാലി എടുത്ത് ചർച്ച ചെയ്യുന്നത്. 17 വൻപാപങ്ങളുണ്ടെന്ന് അദ്ദേഹം കണക്കാക്കി. അതിൽപ്പെട്ട പലതിനെയും അദ്ദേഹം ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു എടുത്ത് ചർച്ച ചെയ്ത് ചിലതൊന്നും വൻപാപം എന്ന് പറയാൻ പറ്റില്ല, അതിനെ ചർച്ചയ്ക്ക് എടുക്കാതെ തവക്കുഫ് ചെയ്യണം, ചിലതിൽ ശക്കുണ്ട് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു വെച്ചു. ഒരു ഇഖ്തിലാഫും ഇല്ലാതെ ശരീഅത്തിന്റെ 4 വഴികളാണല്ലോ, കിതാബും സുന്നത്തും ഇജ്മാഉം ഖിയാസും. ഈ 4 വഴികൾക്കും ഇഖ്തിലാഫ് വരാത്ത രൂപത്തിൽ സ്ഥിരപ്പെട്ടതിനെ വേണം ലറൂരിയായി വൻപാപം എന്ന് പറയാൻ, അല്ലാത്തതിനെ അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ 17 എണ്ണത്തിൽ പലതിനെയും അദ്ദേഹം ചർച്ചയിലൂടെ ഒഴിവാക്കി. അവസാനം അദ്ദേഹം പറയാണ് ഫയബ്ഖാ മിമ്മാ ദക്കറഹു അബൂ താലിബുൽ മക്കി. അബൂ താലിബുൽ മക്കി പറഞ്ഞതിൽ നിന്നും ശേഷിക്കുന്നു അൽ ഖദ്ഫു വശുർബു വസ്സിഹ്റു വൽ ഫറാറു മിനസ് സഹ്ഫി വഉഖൂഖുൽ വാലിദൈനി. പിന്നെ ഖദ്ഫ്, മറ്റുള്ളവരെ വ്യഭിചാരാരോപണം നടത്തുക, മദ്യപാനം, സിഹ്ർ കൂടോത്രം ചെയ്യുക, മാരണം, വൽ ഫറാറു മിനസ് സഹ്ഫി യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുക, വഉഖൂഖുൽ വാലിദൈനി മാതാപിതാക്കളെ ചീത്ത പറയുക. ഈ കാര്യങ്ങൾ ശേഷിക്കുന്നു. ഇനി അതിനെ സംബന്ധിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് അബൂ താലിബുൽ മക്കി പറഞ്ഞ 17 എണ്ണത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യാണ്ട് വിട്ട ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് ഇനി അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അമ്മശുറുബു ലിമാ യുസീലുൽ ആഖില, ബുദ്ധിയെ നീക്കിക്കളയുന്ന ഒന്നിനെ കുടിക്കൽ, ആ കുടിക്കുന്നതുകൊണ്ട് ബുദ്ധി നീങ്ങും. എന്നാൽ ഫഹുവ, അത് ജദീറുൻ ബി അൻ യകൂന മിനൽ കബായിരി, വൻപാപങ്ങളിൽപ്പെട്ടതാകൽ അത്യാവശ്യമാണ്, അർഹമാണ്, അത് വൻപാപങ്ങളിൽപ്പെട്ടതാകും. ഫഖദ് ദല്ല അലൈഹി തസ്ദീദാത്തു ശർഈ, ശരീഅത്തിന്റെ കടുത്ത മുന്നറിയിപ്പുകൾ അതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. തരീഖുൻ നളിരി അയ്ദൻ, ചിന്തിക്കുകയാണെങ്കിൽ, ഭൗതികമായി ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവും ഇതിനുണ്ട്. ഈ പറഞ്ഞ കാര്യം മദ്യപാനം ഹറാമാണ്, വൻപാപമാണെന്നുള്ളതിന് ശരീഅത്തിന്റെ ശക്തമായ ഇടപെടലുണ്ട്. അതുപോലെ തന്നെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ബുദ്ധിയുടെ വഴിയും അതിലേക്ക് എത്തിക്കുന്നു. കാരണം അഖല മഹ്ദൂദുൻ കമാ അന്ന നഫ്സ മഹ്ദൂദത്തുൻ, ബുദ്ധി എന്ന് പറയുന്നത് അത് സൂക്ഷിക്കപ്പെടേണ്ട മഹ്ദൂദുൻ, അത് മനുഷ്യന് അല്ലാഹു നൽകുന്ന സൗഭാഗ്യമായി സൂക്ഷിക്കപ്പെടേണ്ടതാണ്. വേറെ ഒരു നുസ്ഖയിൽ മഹ്ഫൂദ് എന്നാവുള്ളത്, സൂക്ഷിക്കപ്പെടേണ്ടതാണ്. കമാ അന്ന നഫ്സ മഹ്ഫൂദത്തുൻ, നഫ്സിനെയും സൂക്ഷിക്കപ്പെടേണ്ടതായതുപോലെ മനുഷ്യന്റെ ബാധ്യത അവന്റെ നഫ്സിനെയും അവന്റെ ആക്കിലിനെയും സൂക്ഷിക്കുക എന്നുള്ളത്. വല്ലാ ഖൈറ ഫിൻ നഫ്സി ദൂനൽ ആക്കിലി, ബുദ്ധിയില്ലാതെ നഫ്സിന് ഒരു ഖൈറും ഇല്ല. വെറും നഫ്സാണ്, ബുദ്ധിയില്ല, ഭ്രാന്തൻ, അവനെ കൊണ്ട് ഒരു ഖൈറും ഇല്ല. ഖൈറുണ്ടാവണമെങ്കിൽ നഫ്സിനെ സൂക്ഷിക്കപ്പെടണം, അതുപോലെ തന്നെ ബുദ്ധി ഉണ്ടാവണം. നഫ്സും ഉണ്ടാവണം, ബുദ്ധിയും ഉണ്ടാവണം. ആ ബുദ്ധിയെ നീക്കിക്കളയുന്ന കാര്യം അത് അല്ലാഹു തആല തീരുമാനിച്ച ആ മനുഷ്യനിൽ ബുദ്ധി വെച്ചു കൊടുത്ത് വകതിരിവ് കൊടുത്തിരിക്കുന്നു. അതിനെ നീക്കിക്കളയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വൻപാപമാണ്. ഫൈസാരത്തുൽ ആഖില, ബുദ്ധിയെ നീക്കിക്കളയാന്നുള്ളത് മിനൽ കബായിരി, വൻപാപങ്ങളിൽപ്പെട്ടതാണ്. വലാക്കിൻ, പക്ഷേ ഹാദാ, ഇത് ലാ യജ്രി ഫി ഖത്രത്തി മിനൽ ഖംരി, ഒരു തുള്ളി മദ്യത്തിലൊന്നും അത് നടക്കുകയില്ലല്ലോ. ഒരു തുള്ളി കുടിച്ചാൽ ഉടനെ ബുദ്ധി നീങ്ങത്തില്ലല്ലോ. വലാ ശക്ക ഫി അന്നഹു ലൗ ശരിബ, ഒരാൾ കുടിച്ചാൽ മാഅൻ, വെള്ളം, ഫീഹി ഖത്രത്തു മിനൽ ഖംരി, ഖംറിന്റെ ഒരു തുള്ളി ഉള്ള വെള്ളം ഒരാൾ കുടിച്ചു, എന്നാൽ ലമ്യക്കുൻ ദാലിക കബീറത്തിന്, അത് വൻപാപം ആകത്തില്ല എന്ന വിഷയം സംശയമില്ല. വൈന്നമാഹുവ ഷുറുബു മാഇൻ നജസ്, നജസായ വെള്ളം കുടിച്ചതേ ഉള്ളൂ. ഖംറ് നജസാണല്ലോ, വെള്ളത്തിലേക്ക് ഒരു തുള്ളി ഒഴിച്ചാൽ ആ ഒരു തുള്ളി
കൊണ്ട് വെള്ളം നജിസാകും. നൈസായ വെള്ളം കുടിച്ചു എന്നുള്ളതല്ലാതെ അത് ഹംറ് കുടിച്ച വൻഭാവത്തിൽപ്പെട്ടതല്ല എന്നുള്ള കാര്യം സംശയമില്ല. വൽ ഖത്രത്തു വഹദഹ, ഒരു തുള്ളി മാത്രമെന്ന് പറയുന്നത് ഫി മഹല്ലി ഷക്കി, ഷക്കിന്റെ മഹല്ലില, അതിനെ അതിൽ പെടുത്താൻ പറ്റുകയില്ല എന്നുള്ള കാര്യം. ഇതാണ് ബുദ്ധിയായി പറയുന്നത്. എന്നാ വൈജാബു ശർഈ, ശരീഅത്ത് നിർബന്ധമാക്കൽ അൽ ഹദ്ദ ബിഹി, കുടിക്കൽ കൊണ്ട് ഹദ്ദിനെ നിർബന്ധമാക്കി. ലഹരി ഉണ്ടാവട്ടെ, മദ്യപിക്കൽ കൊണ്ട് എന്ത് ചെയ്തു? ശരീഅത്ത് ഹദ്ദിനെ നിർബന്ധമാക്കി. അങ്ങനെ നിർബന്ധമാക്കൽ യദുല്ലു അലാ തഅദീമി അംരിഹി, അതിന്റെ കാര്യം വളരെ ഭയാനകമാണെന്നുള്ളതിന്റെ മേൽ അറിയിക്കുന്നു. ശരീഅത്ത് ഹദ്ദിനെ, അതായത് തിരിച്ച് പിന്നെ 50 അടി അടിക്കൽ നിർബന്ധമാണല്ലോ ആ ഹദ്ദ്, ശിക്ഷ. ഹദ്ദു ദാലിക മിനൽ കബായിരി, അപ്പൊ ഇതിനെ കബായറിൽ പെടുത്തപ്പെടാം. ബിശർഈ, ശരീഅത്തനുസരിച്ച് അതിനെ കബായറിൽ പെടുത്തപ്പെടാം. കുറച്ചെന്തെങ്കിലും കുടിച്ചു, ലഹരി ഉണ്ടായില്ലെങ്കിലും ഈ പറഞ്ഞതനുസരിച്ച് പിന്നെ അയാള് ശിക്ഷയ്ക്ക് ബാധ്യസ്ഥനാണ്. പക്ഷെ അതുകൊണ്ട് അയാൾക്ക് ലഹരി ഉണ്ടാകുന്നില്ലല്ലോ, വൻപാപത്തിൽപ്പെട്ടതാണെന്ന് പറയാൻ പറ്റത്തില്ല ഖിയാസൻ. പക്ഷെ ശരീഅത്ത് അതിനെ കബായറിൽ പെടുത്തി. എന്നിട്ട് അദ്ദേഹം പറയാണ് വലൈസ ഫീ ഖുവ്വത്തിൽ ബശരിയ്യ, മനുഷ്യ ഖുവ്വത്തിൽ ഉള്ളതല്ല അൽ വുഖൂഫ് അലാ ജമീഇ അസ്റാരി ശർഈ, ശരീഅത്തിന്റെ എല്ലാ രഹസ്യങ്ങളെയും മനസ്സിലാക്കുക എന്നുള്ള മനുഷ്യ ഖുവ്വത്തിൽപ്പെട്ടതല്ല. ഓരോന്നും എടുത്തിട്ട് ഇതെന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ലാഹു തആല നിരോധിച്ച് ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഫൈൻ സബത്ത ഇജ്മാഉൻ ഫി അന്നഹു കബീറത്തുൻ, ഇത് വൻപാപമാണെന്ന വിഷയത്തിൽ ഉമ്മത്തിന്റെ ഇജ്മാ സ്ഥിരപ്പെട്ടാൽ വജബൽ ഇത്തിബാഉ, അതിനെ പിൻപറ്റണം. വൈല്ല, അങ്ങനെ അല്ലെങ്കിൽ തവക്കുഫ് ഫീഹി മജാലുൻ, അതില് തവക്കുഫ് ചെയ്യൽ, തൽക്കാലം മാറ്റിവെക്കുക, അതില് അങ്ങനെ മാറ്റിവെക്കൽ ജായിസാണ്. മാറ്റിവെക്കലിൽ ഒരു മജാലുണ്ട്, വിശാലതയുണ്ട്. അഥവാ അങ്ങനെ മാറ്റിവെക്കാം. വൻപാപത്തിൽപ്പെട്ടതാണെന്ന് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ശരീഅത്ത് പറഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ എന്താക്കുന്നു? വൻപാപമായി കണക്കാക്കുന്നു. ഇനി വമ്മൽ കദ്ഫ്, മറ്റുള്ളവരെ സംബന്ധിച്ച് വ്യഭിചാരോപണം നടത്തൽ. ഫലൈസ ഫീഹി, അതിലില്ല തനാവുലുൽ അറാദ്, മറ്റൊരാളുടെ പിന്നെ അഭിമാനങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ളതല്ലാതില്ല. അവിടെ ഉള്ള അതാണ്, വേറൊരാളുടെ അഭിമാനത്തിനെ പിടിച്ചെടുക്കും. സ്വത്ത് പിടിച്ചെടുക്കലില്ല, അയാളെ ഉപദ്രവിക്കലുമില്ല, അയാളുടെ അഭിമാനത്തിനെ പിടിച്ചെടുക്കുന്നു. വല്ല ആറാമത്, അഭിമാനങ്ങൾ എന്ന് പറയുന്നത് ദൂരൽ അമ്പാല്, സ്വത്തിന്റെ താഴെയാ. ഹദീസിൽ വന്ന ഭാഗത്തെ പിന്നെ അവരുടെ സ്വത്തിനെയും അവരുടെ ആറാദിനെയും സൂക്ഷിക്കപ്പെടണം മുഅ്മിനീങ്ങളുടെ എന്ന് പറഞ്ഞ ഹദീസിൽ വരുന്നുണ്ട്. ആദ്യം അമ്പാലാ പറയും, പിന്നെയാണ് ആറാദ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്പാലിന്റെ താഴെയാണ് ആറാദ് എന്ന് മനസ്സിലാക്കാം ഋതുബ പദവിയിൽ. വലി തനാവുലിഹ, ഈ ആറാദിനെ പിടിച്ചെടുക്കുന്നതിലുണ്ട് പല മർത്തബകളുണ്ട്. ആളമ അതിൽ ഏറ്റവും ഭയാനകമായത് തനാവുൽ ബിൽ ഖദ്ഫി ബിൽ ഇലാഫത്തി ഇലാ ഫാഹിശത്തി സിന, നികൃഷ്ടമായ സിനയിലേക്ക് ചേർത്തിട്ടുള്ള ഖദ്ഫ് കൊണ്ട് അഭിമാനത്തിനെ പിടിച്ചെടുക്കലാണ് ഏറ്റവും ആളം, ഏറ്റവും ഭയാനകം. അള്ളമ ശറഉ അംറഹു, അതിന്റെ കാര്യം ശറഉ വല്ലാതെ വലുതാക്കി കാണിച്ചിട്ടുമുണ്ട്. വൻപാപം ഈ പിന്നെ ഖദ്ഫിനെ സംബന്ധിച്ച് സൂറത്ത് നൂറിൽ തന്നെ അല്ലാഹു തആല വ്യക്തമായി പറയുന്നുമുണ്ട്. അദ്ദേഹം പറയുന്നു വാതുന്നു, ഞാൻ വിചാരിക്കുന്നു, ലന്നൻ ഗാലിബൻ, ഗാലിബായ ലന്ന്, ഏകദേശം അങ്ങനെ തന്നെയാണ് എന്ന നിലയിലുള്ള ലന്ന്. എന്ത്? അന്ന സഹാബത്തെ കാനു യഉദ്ദൂന കുല്ലമാ യജിബു ബിഹിൽ ഹദ്ദു കബീറത്തൻ, പിന്നെ ഹദ്ദ്, ഇസ്ലാമിക ശിക്ഷാവിധി നിർബന്ധമാകുന്ന എല്ലാ കാര്യങ്ങളെയും സഹാബത്ത് കബീറത്തായിട്ട് എണ്ണിയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ഖദ്ഫ് എന്ന് പറയുന്നതും ബിഹാദൽ ഒത്തിബാരി, ഈ ഒത്തിബാർ അനുസരിച്ച്, ഈ പറഞ്ഞനുസരിച്ച്, അതായത് കബീറത്തായിട്ട് എണ്ണപ്പെട്ടത്, ആ ഹദ്ദിനെ തീരുമാനിക്കപ്പെട്ടത് നിർബന്ധമായിട്ട് ശരീഅത്തിൽ വന്ന് കബീറത്താണ് എന്ന പരിഗണന അനുസരിച്ച് ലാ തുകഫിറുഹു സ്വലവാത്തുൽ ഖംസു, 5 വഖത്ത് നിസ്കാരങ്ങൾ ഇതിന് പരിഹാരമല്ല. നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് മാപ്പാക്കത്തില്ല. ബിൽ കബീറത്തി അൽആൻ, ഇപ്പൊ നമ്മള് കബീറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നു അതാണ് വൻപാപം, നിസ്കാരം കൊണ്ട് പൊറുക്കാത്തത്, അതാണ് വൻപാപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലാകിൻ മിൻ ഹൈസു ഇന്നഹു യജൂസു അൻ തഖ്തലിഫ ഫീഹി ശറായിഉ, ശരീഅത്തിന്റെ പരിധികൾ ഇഖ്തിലാഫാകൽ ജായിസാണ് എന്ന ഭാഗത്തിലൂടെ നോക്കുമ്പോൾ ഫൽ ഖിയാസു ബി മുജറദ്, വെറും ഖിയാസ് വെച്ചിട്ട് പറയൽ ലാ യദുല്ലു അലാ കിബരി, ഇത് വൻപാപമാണെന്ന് അറിയിക്കുകയില്ല. ശരീഅത്തിൽ ഇഖ്തിലാഫ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കാര്യം.
കുറെ പറയും ഇഖ്തിലാഫ് ഉണ്ടാകുന്ന കോലം എങ്ങനെയാണ്. ഇഖ്തിലാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അത് അങ്ങനെ ആകാൻ സാധ്യതയില്ലല്ലോ എന്ന് വരുന്ന ചില കാര്യങ്ങൾ. അപ്പൊ അത് അങ്ങനെ ജായിസാണ് എന്ന് വെച്ച് നോക്കുമ്പോൾ അത് വെച്ചിട്ട് വേറൊരു ഖിയാസിലൂടെ അത് കബീറാണെന്ന് പറയാൻ പറ്റത്തില്ല. ശരീഅത്തിൽ യാതൊരു ഇഖ്തിലാഫും ഇല്ലാത്ത രൂപത്തിൽ സ്ഥിരപ്പെട്ടതിനെ വേണം നമ്മൾ കബീറാക്കാൻ. ബൽ കാന യജൂസു യജൂസു ജായിസാണ്. ബൽ കാന കാര്യമായി യജൂസു ജായിസായി യരിദ ശറഉ വരൽ. എന്ത് ശറഉ ഈ പുറകെ വരുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശരീഅത്ത് വരൽ അനുവദനീയമായി. കാന യജൂസു യരിദ ശറഉ ബിഅനൽ അദ്ലൽ വാഖിദ. അതായത് ഒരു നീതിമാനായ മനുഷ്യൻ അയാൾ ഇദാ റഅ ഇൻസാനൻ യസ്നി, അയാൾ ഒരു മനുഷ്യനെ വ്യഭിചരിക്കുന്നതായിട്ട് കണ്ടു. ഇയാൾ കള്ളമൊന്നും പറയുന്ന ആളല്ല, നീതിമാനാണ്, സത്യസന്ധനാണ്. അയാൾ ഒരു മനുഷ്യനെ വ്യഭിചരിക്കുന്നതായിട്ട് കണ്ട് എങ്കിൽ ഫലഹു യശ്ഹദ, അയാൾക്ക് ജായിസാണ് ശരീഅത്തിന് ഷഹാദത്ത്, അത് സാക്ഷി പറയൽ ജായിസാണ്, പരാതി പറയൽ ജായിസാണ് എന്നാണ്. അങ്ങനെ ശരീഅത്ത് വരൽ ജായിസാണല്ലോ എന്ന് ബുദ്ധി പറയുകയാണ്. അദ്ദേഹം പറയാണ് ഷറ അങ്ങനെ വരൽ ജായിസാണ്. എങ്ങനെ വരല്? ഒരു നീതിമാനായ മനുഷ്യൻ വേറൊരു മനുഷ്യനെ വ്യഭിചരിക്കുന്നതായിട്ട് കണ്ടാൽ അയാൾക്കത് പറയാമല്ലോ, പറയേണ്ടടുത്ത് പോയി പറയാം. പറയലാണല്ലോ ജായിസ് എന്ന്, പറയൽ ജായിസ് ആണല്ലോ എന്ന്. അപ്പൊ ശരീഅത്തിൽ അങ്ങനെ വരാമല്ലോ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ആ രൂപത്തിൽ പിന്നെ ദീനിന്റെ വിഷയങ്ങൾക്ക് ഒരു നീതിമാനായ വ്യക്തി ഒരാളെ വ്യഭിചരിക്കുന്നതായിട്ട് കണ്ടാൽ, 2 പേര് വേണം, 4 പേര് വേണമല്ലോ, ഇവിടെ ഒരാളാണ് കണ്ടത് എങ്കിൽ അയാൾക്കും സാക്ഷി പറയൽ അനുവദനീയമാണ് എന്നുള്ളതാണല്ലോ. അങ്ങനെ ശരീഅത്ത് വരാമല്ലോ. കാരണം ഇയാൾ നീതിമാനല്ലേ, കള്ളം പറയുന്ന ആളല്ലല്ലോ, ഇയാൾ കണ്ടതല്ലേ. അതനുസരിച്ച് യുജ്ലദൽ മശ്ഹൂദു അലൈഹി, ആർക്കെതിരെയാണോ സാക്ഷി പറയപ്പെട്ടത് അയാൾ അടിക്കപ്പെടുകയും ചെയ്യാമല്ലോ. ബിമുജറദി ഷഹാദത്തിഹി, ഇയാൾ ഒരാളുടെ ഷഹാദത്ത് കൊണ്ട് ചെയ്യാമല്ലോ, ഇയാൾ നീതിമാനാണെന്ന നിലയിൽ. ഇനി ഫൈലം തുഖ്ബൽ ഷഹാദത്തു, ഇയാൾ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഷഹാദത്തിനെ സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഫഹദ്ദുഹു ലൈസ ദറൂരിയൻ, അയാളെ അടിക്കൽ ദറൂരിയല്ലല്ലോ, ഇയാൾ നീതിമാനായ വ്യക്തിയല്ലേ എന്ന് തന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അവിടെ അങ്ങനെയും ശരീഅത്ത് വരാമല്ലോ എന്ന് വരൽ ജായിസ് ആണല്ലോ എന്നാ പറയുന്നത്. ബൽ കാന യജൂസു, ജായിസ് ആകുമല്ലോ, അങ്ങനെ ശരീഅത്ത് വരാമല്ലോ. ദറൂരിൻ, അത് ദറൂരി അല്ല. ഇയാളുടെ ഷഹാദത്തിനെ സ്വീകരിച്ചില്ല കാതി, ഒരാൾ മാത്രം ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് ഇയാളെ അടിക്കൽ ജായിസ് അല്ല, ദറൂരി അല്ല, നിർബന്ധമല്ല. ഫി മസാലിഹു ദുനിയ, ദുന്യാവിന്റെ പൊതു നന്മ വെച്ച് നോക്കുമ്പോൾ അത് ദറൂരി അല്ല. വൈൻകാന അലൽ ജുംലത്തി, അത് മിൻ മസാലിഹുൽ ലാഹിരി അല്ലാഹിറത്തുൽ വാഖിഅത്തി ഫി റുത്ബത്തിൽ ഹാജാത്തി. വൈൻകാന, ഇനി അതാണെങ്കിലും ശരി, അലൽ ജുംലത്തി മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ, പൊതുവെ നോക്കുമ്പോൾ മിനൽ മസാലിഹുൽ ലാഹിറത്തി, ലാഹിരിയായ പൊതു നന്മകളിൽപ്പെട്ടതാണെങ്കിലും അടിക്കുക എന്നുള്ളത്. കാരണം 4 പേര് ഇല്ലാണ്ട് പറയുമ്പോൾ അതൊരു ഫിത്നയിലേക്ക് എത്തലാകുമല്ലോ. 4 പേര് കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് അയാളെ ശരിക്കും ശിക്ഷിക്കണമെന്ന് പറയും. ഇതിപ്പോ ഒരാൾ മാത്രം കണ്ട് ശിക്ഷകപ്പോൾ ഒരാളുടെ തെറ്റുകൾ മറച്ചു വെക്കുകയാണല്ലോ വേണ്ടത്. അപ്പം പിന്നെ ഒരാൾ മാത്രം ആകുമ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ അത് ഒരു ഫിത്നയിലേക്ക് എത്തും. അതാണ് മസാലിഹുൽ ലാഹിറ. മസാലിഹുൽ ലാഹിറയിൽപ്പെട്ടതാണ് അൽ വാഖിഅത്തി ഫി റുത്ബത്തിൽ ഹാജാത്തി, ആവശ്യങ്ങളുടെ റുത്തുബയിൽ സംഭവിക്കുന്ന മസാലിഹുൽ ലാഹിറയിൽപ്പെട്ടതാണ്. ആവശ്യങ്ങളുടെ റുത്തുബ എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ അപ്പൊ പിന്നെ ഫിത്നയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് ആവശ്യമാണല്ലോ. ശരീഅത്തിൽ ഒരു വ്യക്തി ഫിത്നയിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. അപ്പൊ അതിൽപ്പെട്ടതാണ് ഏത്, ഇയാളെ അടിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരാളെ അടിക്കുകയാണെങ്കിൽ പിന്നെ വേറൊരാളും മിണ്ടില്ല, വെറുതെ ഫിത്ന ഉണ്ടാകത്തില്ല. ഫിത്നയുടെ വാതിലടയ്ക്കാൻ ഉള്ള ഒരു വഴിയാണ് ഒരാൾ ചെയ്ത് അയാൾക്ക് വേറെ സാക്ഷി അയാൾക്ക് കൂട്ടില്ലെങ്കിൽ അയാൾക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഈ പൊതുവെയുള്ള നന്മയിൽപ്പെട്ടതാണെങ്കിൽ തന്നെയും, അങ്ങനെയാണെങ്കിലും ദുന്യാവിന്റെ മസ്ലഹത്ത് വെച്ച് നോക്കുമ്പോൾ അത് ഒരാൾ നീതിമാനാണല്ലോ, അതുകൊണ്ട് അയാൾ പറഞ്ഞ എന്തുകൊണ്ട് അടിച്ചുകൂടാ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഫൈദൻ ഇത് ഏത് ഈ പറഞ്ഞ അനുസരിച്ച് പിന്നെ ഒരു വ്യക്തി മാത്രമാണെങ്കിൽ
അയാളുടെ ഷഹാദത്ത് കൊണ്ട് പിന്നെ ശിക്ഷ നടപ്പിലാക്കാം എന്നൊരു ചിന്ത. എന്നാൽ പൊതു നന്മയനുസരിച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് വെച്ച് നോക്കുമ്പോൾ ഫൈദൻ അന്നേരത്ത് ഈ പൊതു നന്മ വെച്ച് നോക്കുമ്പോൾ അത് അയാളെ ശിക്ഷിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് ഇങ്ങനെ പലരും പറയാൻ കാരണമാകും. അത് വെച്ച് നോക്കുമ്പോൾ യുൽഹഖു ബിൽ കബാഇരി, ഇതിനെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പിന്നെ ഖദ്ഫിനെ കബാഇർ ചേർക്കപ്പെടും. ഫി ഹക്കിമൻ അറഫ ഹുക്കുമ ശറഈ, ശരീഅത്തിന്റെ ഹുക്കുമിനെ അറിഞ്ഞ ഒരാളുടെ ഹക്കിൽ. ശരീഅത്തിന്റെ ഹുക്കും അറിയാം, 4 പേരുണ്ടെങ്കിലേ സാക്ഷി ശരിയാവുള്ളൂ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാളെ ആ കാര്യത്തിന് വൻപാപത്തിൽ പെടുത്താം. അപ്പൊ അയാൾ തന്നെ ചെയ്തു അന്നലഹു, അയാൾക്ക് ജായിസാണ് യഷ്ഹദ വഹദ, ഒറ്റയ്ക്ക് സാക്ഷി വെക്കാം, സാക്ഷി നിൽക്കൽ ജായിസാണെന്ന് തന്നെ ചെയ്ത ഒരാൾ, അയാൾക്ക് മറ്റേ ശരീഅത്തിന്റെ വിവരമില്ല. ഔ ലന്ന അന്നഹു യുസാഇദുഹു അല ഷഹാദത്തി ഗൈറുഹു, അല്ലെങ്കിൽ ഇയാളെ ഷഹാദത്തിൽ വേറൊരാള് പിന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ആണ് അയാൾ പറഞ്ഞത്. അപ്പൊ ഫലാ യംബഗി അൻ യുജഅല ഫി ഹഖിഹി മിനൽ കബാഇർ, ഇയാളുടെ ഹക്കിൽ ഇതിനെ കബായറിൽ പെടുത്തുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഇമാം ഗസ്സാലി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. സിഹ്റു, അത് അപ്പോ ഖദ്ഫ് എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞ പോലെ തവക്കുഫിനും ഉള്ളതാണ്, വൻപാപത്തിൽപ്പെട്ടതാണോ അല്ലേ. പക്ഷെ ശരീഅത്ത് അതിന് ശിക്ഷ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ശരീഅത്ത് ശിക്ഷ വെച്ചതാണെന്ന നിലയിലാണ് അതിനെ കബാഇറിൽ പെടുത്തിയിരിക്കുന്നത്. സിഹ്റു, അപ്പൊ സിഹ്ർ മാരണം ചെയ്യുക എന്നുള്ളത് ഫൈൻകാന ഫിഹി കുഫ്ർ, അതിൽ കുഫർ ഉണ്ടെങ്കിൽ കുഫറിന്റെ കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ കബീർ വൻപാപമാണ്. വല്ല അങ്ങനെ അല്ലെങ്കിൽ ആലമത്തു, അത് ഭീകരമാകുന്നത് ഹസ്ബിൽ ലററില്ലതീ യുത്തവല്ലത് മിന്നു, അതിൽ നിന്നുണ്ടായിത്തീരുന്ന ലറർ അനുസരിച്ചാണ്. മിൻ ഹലാക്കി നഫ്സിന്റെ ഹലാക്കിനാൽ മാറുന്നത്, അല്ലെങ്കിൽ രോഗം അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്ന നിലയിലാണ് ഈ സിഹറിന്റെ കാര്യങ്ങൾ ഭയാനകമാകുന്നത്. കുഫറിലേക്ക് എത്തിക്കുന്ന സിഹർ ആണെങ്കിൽ അത് വൻപാപത്തിൽപ്പെട്ടതുമാണ്. വമ്മൽ ഫറാറു മിന സഹഫി, സഹഫിൽ നിന്നും ഓടുക എന്നുള്ളത്, ഈ യുദ്ധത്തിൽ നിന്നും ഓടി ഒളിക്കുക എന്നുള്ളത്, വഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളതും ഫാദ ഐദൻ യംബഗി അൻ യകൂന മിൻ ഹൈസുൽ ഖിയാസു ഫി മഹല്ലി തവഖുഫി, ഖിയാസിന്റെ ഭാഗത്തിലൂടെ നോക്കുമ്പോൾ ഇതും തവഖുഫിന്റെ മഹല്ലിൽ പെടാവുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. കാരണം ഓടുക എന്നുള്ളത് പേടിച്ചിട്ടാണല്ലോ ഓടുന്നത്. അതൊരു മറ്റു പാപങ്ങളെ പോലത്തെ ഒരു കാര്യമല്ലല്ലോ. അത് പിന്നെ എങ്ങനെ പാപമാകും? അത് ഹദീസിൽ വന്നുകൊണ്ട് മാത്രമാണ് അതിനെ പാപമായി എണ്ണുന്നത്. ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഓടുക എന്നുള്ളത് എന്താണ്, അതിങ്ങനെയാ പാപമാകുന്നത് എന്ന് ചിന്തിക്കാം. അതുപോലെ തന്നെ മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വേദനകരമായ കാര്യങ്ങൾ പറയൽ, അതുപോലെ തന്നെ അവരെ പിന്നെ ശാരീരികമായി ഉപദ്രവിക്കൽ പല രീതിയുണ്ടല്ലോ. ചെറിയ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അതിനെ എങ്ങനെയാണ് ഹുക്കൂക്കിനെ എങ്ങനെയാണ് കബീറത്തിൽപ്പെടുത്തുന്നത്? അപ്പൊ അവിടെ എന്താണ്, അവിടെയും ഖിയാസിന്റെ ഭാഗത്തോട് വരുമ്പോൾ അവിടെയും തവക്കുഫ് ആകാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വൈദാ കുത്തിയ, ഖണ്ഡിതമായി പറയപ്പെട്ടാൽ ബിഅന്ന സബ്ബൻ നാസി, ജനങ്ങളെ ചീത്ത പറയൽ, ബികുല്ലി ഷൈഇൻ സിവ സിന, സിന അല്ലാത്ത എന്തെങ്കിലും എല്ലാം കൊണ്ട് ചീത്ത പറയൽ, വല്ലർബിഹിം, അവരെ അടിക്കലല്ലാത്ത, അവരെ അടിക്കുന്നില്ല, സിന അല്ലാത്ത കൊണ്ട് ചീത്ത പറയുക, വല്ലർബിഹിം, അവരെ അടിക്കലല്ല, വല്ലുൽമിലും, അവരോട് അക്രമം ചെയ്യുന്നില്ല, ബിഗസ്ബി അംവാൽ, സ്വത്ത് പിടിച്ചെടുത്തിട്ട്, വഇഖ്റാജിഹിം മിൻ മസാകിനിഹിം, അവരെ മസ്കനുകളിൽ നിന്നും പിന്നെ വീട്ടിൽ നിന്നും ആട്ടി ഓടിക്കൽ കൊണ്ട്, ബിലാദിഹിം, അവരുടെ നാടുകളിൽ നിന്നും, വൈജ്ലാഹിം മിൻ ഔത്താനിഹിം, അവരെ നാട് കടത്തുക. ഇതുപോലുള്ള കാര്യങ്ങൾ ഇല്ലാതെ വെറും ഈ പിന്നെ ചെറിയ ജനങ്ങളെ ചീത്ത പറയുക എന്നുള്ളത് ലൈസ മിനൽ കബായിരി, അത് കബായിൽപ്പെട്ടതല്ല എന്ന് ഖത്അ ചെയ്യപ്പെട്ടാൽ, എന്ന് ഖണ്ഡിതമായി തീരുമാനിക്കപ്പെട്ടാൽ, ഇത് കാരണം ലം യുൻഖൽ ദാലിക, ഇതിനെയൊന്നും എണ്ണപ്പെട്ടിട്ടില്ല, നക്കൽ ചെയ്യപ്പെട്ടിട്ടില്ല, ഫി സബഅ അശറത കബീറത്തൻ, ഈ 17 വൻപാപത്തിൽ ഇതിനെയൊന്നും എണ്ണപ്പെട്ടിട്ടില്ല. ഓ അക്ബർ മാ ഖീല ഫീഹി, ഈ വിഷയത്തിൽ ഏറ്റവും വൻപാപമായി പറയപ്പെട്ട ആ 17 കാര്യമാണ്. അതിൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ, ഈ ചെറിയ ചീത്ത പറയലൊന്നും എണ്ണപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ ഇത് ജീവന് വൻപാപം അല്ലെന്നൊരാളെ ഖത്അ ചെയ്താൽ തവഖുഫു ഫീ ഹാദാ അയ്ളൻ ഗൈറു ബഈദിൻ, അങ്ങനെ വരുമ്പോ ഈ ഓടുക എന്നുള്ളതും അതുപോലെ തന്നെ മാതാപിതാക്കളെ ചീത്ത പറയുക, അതിലും തവഖുഫ്
ബഈദല്ല. കാരണം ഇവിടെ പറഞ്ഞല്ലോ, ഈ ഓടുക എന്നുള്ളത് പേടിച്ചിട്ടാണല്ലോ. അതെങ്ങനെയാ പാപമാണെന്നൊരു ചിന്ത വരും. അതുപോലെ തന്നെ മാതാപിതാക്കളെ പിന്നെ എന്തെങ്കിലും ചെറിയൊരു വിഷമിപ്പിക്കുകയാണെങ്കിൽ അതെങ്ങനെ വൻപാപത്തിൽ പെടുന്ന ഒരു ഭാഗം വരും. അവിടെയും തവക്കുഫുണ്ട്. പക്ഷേ വലാക്കിന്നൽ ഹദീസ് യദുല്ലു അലാ തസ്മിയത്തിഹി കബീറത്തൻ, ഇതിന് കബീറത്തായിട്ടാ എണ്ണിയിരിക്കുന്ന ഹുഖൂഖുൽ വാലിദൈനും ഫറാറ മിന സഹ്ഫും വൻപാപത്തിലാ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫയുൽ ഹഖു ബിൽ കബായിരി, ഇതിന് കബായിറിൽ തന്നെ പെടുത്തപ്പെടും, അല്ലാതെ സഗായിർ ആകത്തില്ല. ഫൈദൻ അന്നേരത്ത് റജഅ ഹാസുൽ അംരി, ആ കാര്യങ്ങളുടെ ആകെ ചുരുക്കം അത് മടങ്ങും. ഇല അന്നാൽ നഅനി ബിൽ കബീറത്തി, കബീറത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിലേക്ക് മടങ്ങും. എന്തിനെ? മാലാ തുകഫിറുഹു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വരുന്നത്, ഈ പിടിച്ചുപറി, ഗസ്ബ്, പിടുങ്ങിയെടുക്കൽ, തട്ടിയെടുക്കൽ, അത് വൻപാപത്തിൽ ഹറാമ് തന്നെയാണ്, വൻപാപത്തിൽ പെടുത്താൻ പറ്റത്തില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണല്ലോ, പിന്നെ പിടിച്ചുപറിക്കൽ പിന്നെ റിളായില്ലാതെ സ്വത്തിനെടുക്കലാണല്ലോ, അത് വൻപാപത്തിൽപ്പെട്ടതല്ല എന്ന് വന്നാൽ അപ്പൊ പിന്നെ പലിശ തീറ്റ എന്നുള്ളതും വൻപാപത്തിൽപ്പെടാൻ പറ്റത്തില്ലല്ലോ. കാരണം എന്താണ്? പലിശ പരസ്പര തൃപ്തിയോടുകൂടിയാണ്. അവിടെ ശരിയാത്ത് അതിനെ ഭയാനകമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും സിനയെ ഭയാനകമാക്കി പറഞ്ഞിട്ടുണ്ട് ശരിയത്ത്. അതുപോലെ തന്നെ ദുൽമിനെയും ഭയാനകമാക്കി പറഞ്ഞിട്ടുണ്ട്, അല്ലാത്തിനെയും ഭയാനകമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ അദ്ദേഹം പറയുന്നത്, ഖിയാനത്തായി ഒരു ദാനിക്ക് തിന്നുക എന്നുള്ളത്, ഒരു ദാനിക്ക് തിന്നുന്നതിലേക്കുള്ള മടക്കം, വൽ മസീറു ഇല അന്ന അക്കില ദാനിക്കിൻ, ഒരു ദാനിക്ക് എന്നൊരു അളവാണ്, സാവ പോലുള്ള ഒരു ദാനിക്ക് തിന്നുന്നതിലേക്കുള്ള മടക്കം, ബിൽ ഖിയാനത്തായി വഞ്ചനയിലായി ഒരു ദാനിക്ക് തിന്നുന്നതിലേക്കുള്ള മടക്കം, അത് മിനൽ കബായിരിൽപ്പെട്ടതാണ് എന്ന് പറയൽ. വൽ മസീറു മടങ്ങൽ എന്തിലേക്ക്? പിന്നെ ഒരു ദാനിക്ക് ഖിയാനത്തായി തിന്നുന്നതിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ തിന്നൽ, അത് ഖിയാനത്തായിട്ടോ ഖസ്ബായിട്ടോ തിന്നൽ, മിനൽ കബായിരിൽപ്പെട്ടതാണ് എന്നതിലേക്കുള്ള മടക്കം, എന്നതിലേക്ക് എത്തിച്ചേരൽ. ഫിഹി നെളുറുൻ, അതിൽ നെളുറുണ്ട്. അഥവാ ഖിയാനത്തായിട്ട് തിന്നുന്നതിനെ കബായിരിൽ ഇദ്ദേഹം പെടുത്തുന്നില്ലെന്ന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഖസ്ബായി തിന്നുന്നതിനെ അദ്ദേഹം കബീറത്തിൽ പെടുത്തുന്നില്ലെന്ന് മനസ്സിലാകുന്നു. അദ്ദേഹം പറയുന്നത് വദാലിക വാഖിഉൻ ഫീ മളന്നത്തി ശക്കി, ഇത് ശക്കിന്റെ മളന്നത്തിൽ സംഭവിക്കുന്നതാണ്. അഥവാ പിന്നെ ഉറപ്പായും തെറ്റാണെന്നുള്ളത്, ഉറപ്പായും തെറ്റല്ലെന്നുള്ളത്, പിന്നെ മുസ്തബിഹായത് സംശയം, അത് ഇപ്പൊ വൻപാപത്തിൽപ്പെട്ടതാണോ അല്ലേ, ഹറാമാന്നുള്ളത് ശരി, വൻപാപത്തിൽപ്പെട്ടതാണോ അല്ലേ എന്ന വിഷയത്തിൽ സംശയം. അപ്പൊ അതിൽപ്പെട്ടതാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് മൂപ്പര് പറയുന്നത് അക്സറു മൈലിൽ ലന്നി ഇലാനോ ഗൈറു ദാഖിലിൻ തഹത്തൽ കബായിരി, ലന്നിന്റെ ഏറ്റവും കൂടുതലായുള്ള ചായ്വ്, ലന്ന് കൂടുതലായി, മനുഷ്യന്റെ ലന്ന് അത് കൂടുതലായി ചായുന്ന ഇലാനോ ഗൈറു ദാഖിലിൻ തഹത്തൽ കബായിരി, ഇത് കബായിറിന്റെ തഹത്തിൽപ്പെട്ടതല്ല എന്നതിലേക്കാണ് ലന്ന് കൂടുതലായി ചായുന്നത്. ഇത് കബായിറിൽപ്പെട്ടതല്ല എന്നതിലേക്കാണ്. ഏത്? ഈ പറഞ്ഞ പിന്നെ ഖിയാനത്ത് കൊണ്ട് തിന്നലും ഖസ്ബ് കൊണ്ട് തിന്നലും കബായിറിൽപ്പെട്ടതല്ലെന്നുള്ളതിലേക്കാണ് മനുഷ്യന്റെ ലന്നിന്റെ കൂടുതൽ ചായ്വ്. ലന്ന് ശക്കിന്റെ മേധയുള്ള ഒരു മനോവികാരമാണ്. വഹ്മ്, പിന്നെ ശക്ക്, പിന്നെ ലന്ന്, അത് കഴിഞ്ഞാണ് യക്കീനിലേക്ക് എത്തുന്നത്. അപ്പൊ യക്കീനിന് മുമ്പുള്ള, ഉറപ്പിന് മുമ്പുള്ള ഒരു പരിധിക്കാണ് ഈ ലന്നെന്ന് പറയുന്നത്. ശക്ക് എന്ന് പറഞ്ഞാൽ 50-50%, ഉണ്ടെന്ന് 50, ഇല്ലെന്ന് 50. ലന്നെങ്ങനെയല്ല, പിന്നെ അനുകൂലമായ ഭാഗം ഒരു 75. ഉദാഹരണമായിട്ട് ഇവിടെ പിന്നെ ലന്ന് എന്തെന്നാണ് അദ്ദേഹം പറയുന്നത്? ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ കബീറത്തിൽപ്പെട്ടത് അല്ലെന്നുള്ളതാണ് ഒരു 75% ധാരണ എന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം. മറിച്ച് എമ്പകി അത്യാവശ്യമാണ് അൻ തഖ്തസ്സൽ കബീറത്ത്, വൻപാപം പ്രത്യേകമാകൽ അത്യാവശ്യമാകും. ബിമ ഒന്നുകൊണ്ട്, ലാ യജൂസ് ഇഖ്തിലാഫു ശറഇ, ശരീഅത്തിൽ അത് ഒരു ഇഖ്തിലാഫ് ജായിസ് അല്ലാത്ത ഒന്നുകൊണ്ട്. വൻപാപമാകുന്നത് ശരീഅത്തിൽ ഒരു ഇഖ്തിലാഫ് ഇല്ലാത്ത കാര്യം, ശരീഅത്ത് വ്യക്തമായി വൻപാപം എന്ന് പറഞ്ഞതാണ് വൻപാപമാകേണ്ടത് എന്ന്. ലിയക്കൂന ലറൂരിയം ഫിദ്ദീന്, കാരണം ദീനിൽ അത് ലറൂരിയാകാൻ വേണ്ടി. ദീനിൽ ലറൂരി എന്ന് പറഞ്ഞാൽ നിഷേധിച്ചാൽ അവിശ്വാസിയാകും, അതാണ് ലറൂരി. അങ്ങനെ ആകണമെങ്കിൽ ഒരു ഇഖ്തിലാഫും ഇല്ലാത്ത കാര്യമാകണം. ഈ ഖസ്ബ് ഖിയാനത്ത് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള അത് ഹറാമാണെങ്കിൽ കൂടി വൻപാപമാണോ അല്ലേ എന്ന വിഷയത്തിൽ ഇഖ്തിലാഫുണ്ട്. അതുകൊണ്ട് അതിനെ
വൻപാപത്തിൽപ്പെടുത്തിയ ശരിയല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് അബൂ താലിബ് മക്കി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ കിതാബിൽ വൻപാപത്തിനെ സംബന്ധിച്ച് ഒരു 17 പറഞ്ഞ് നേരത്തെ വന്നായിരുന്നു. അതിന് അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള പിന്നീട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വളരെ ഗഹനമായ വിഷയം.